സുഹൃത്തുക്കളെ, ഇന്ന് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ തന്നെ നേരിട്ട് ബാധിക്കാവുന്ന ഒരു വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ബംഗ്ലാദേശ് ചൈനയിൽ നിന്നും J-10C യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഡീൽ ഒഫീഷ്യലായിട്ട് കൺഫേംഡ് ആയിട്ടില്ല. പക്ഷേ ഈ വാർത്ത തന്നെ ഇന്ത്യക്ക് വലിയൊരു സ്ട്രാറ്റജിക് വാർണിംഗ് ആണ്. അതിൻ്റെ കാരണം, ഇത് വെറും ബംഗ്ലാദേശ് എയർഫോഴ്സിൻ്റെ മോഡേണൈസേഷൻ സ്റ്റോറി അല്ല. ഇത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി, സിലിഗുരി കോറിഡോർ, നോർത്ത് ഈസ്റ്റിൻ്റെ കണക്ടിവിറ്റി, ബേ ഓഫ് ബംഗാളിൻ്റെ സെക്യൂരിറ്റി, അതിലേറെ ചൈനയുടെ മിലിറ്ററി ഇൻഫ്ലുവൻസ്, ഇതെല്ലാം ബന്ധിപ്പിക്കുന്ന വലിയൊരു വിഷയമാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശ് എന്നത് പാകിസ്ഥാനെ പോലെ ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുവൊന്നുമല്ല. മറിച്ച് ഇന്ത്യയുമായിട്ട് വലിയ അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അയൽ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ധാക്കയിലെ ഓരോ രാഷ്ട്രീയ മാറ്റങ്ങളും ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് കാണുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായിട്ട് കൃത്യമായ ഒരു സ്ട്രാറ്റജിക് ബാലൻസ് നിലനിർത്താനായിട്ട് ബംഗ്ലാദേശ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇന്ത്യക്ക് പൂർണ്ണമായും അനുകൂലമായ സാഹചര്യമായിരുന്നില്ല എന്നുണ്ടെങ്കിലും ധാക്ക ഒരിക്കലും ബീജിങ്ങിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു പ്രോക്സിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് പൂർണ്ണമായിട്ടും ചൈനയോട് അടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കൻ സുരക്ഷാ സമവാക്യങ്ങൾ തന്നെ മാറും. ദക്ഷിണേഷ്യയിൽ ചൈന വെറും സാമ്പത്തിക പദ്ധതികൾ മാത്രമല്ല നടപ്പിലാക്കുന്നത്. തുറമുഖങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഊർജ പദ്ധതികൾ, സൈനിക സപ്ലൈകൾ, രാഷ്ട്രീയ സ്വാധീനം, ഇതെല്ലാം സംയോജിപ്പിച്ചാണ് അവർ ഇന്ത്യക്കെതിരെ പ്രഷർ പോയിന്റ്സ് സൃഷ്ടിക്കുന്നത്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശ് 20 മുതൽ 24 വരെ ചൈനീസ് J-10C ഫൈറ്ററുകൾ വാങ്ങാനാണ് പരിഗണിക്കുന്നത്. ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇന്ത്യ ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. കാരണം ഇവിടെ യുദ്ധവിമാനങ്ങൾ മാത്രമല്ല യഥാർത്ഥ പ്രശ്നം, അതിന് പിന്നാലെ വരുന്ന വലിയ ചൈനീസ് ഇക്കോസിസ്റ്റമാണ്. ചൈനീസ് യുദ്ധവിമാനങ്ങൾ വരുമ്പോൾ അത് ഒറ്റയ്ക്കല്ല വരുന്നത്. അതിനോടൊപ്പം ചൈനീസ് മിസൈലുകൾ, റഡാർ സപ്പോർട്ട്, ട്രെയിനിങ്, സ്പെയർ പാർട്സ്, മെയിൻ്റനൻസ് സംഘങ്ങൾ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, ഇതെല്ലാം വരും. ഇതൊരു സാധാരണ ആയുധ ഇടപാടിനേക്കാളും ഉപരിയായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ഡിപ്പെൻഡൻസി ആയിട്ട് മാറും. ഇന്ന് ഫൈറ്റർ ജെറ്റുകൾ നൽകുന്ന ചൈന നാളെ റഡാർ നെറ്റ്വർക്കുകളിലേക്കും പിന്നീട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലേക്കും ഒടുവിൽ നാവിക സഹകരണത്തിലേക്കും കടക്കും. ഇങ്ങനെയാണ് ചൈന ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് ആർക്കിടെക്ചറിലേക്ക് ക്രമേണ കയറിപ്പറ്റുന്നത്. പാകിസ്ഥാനിൽ ചൈന പ്രയോഗിച്ച അതേ പാറ്റേൺ ബംഗ്ലാദേശിലും ആവർത്തിക്കുമോ എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക. ഈ വിഷയത്തിലെ ഏറ്റവും ഗൗരവമേറിയ വശം ലാൽമുനീർ ഹട്ട് എയർബേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബംഗ്ലാദേശിൻ്റെ വടക്കൻ ഭാഗത്ത് ഇന്ത്യൻ അതിർത്തിയോട് വളരെ അടുത്താണ് ഈ എയർബേസ്. ഈ എയർബേസ് വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു എന്ന വാർത്തകളും മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് സൈനിക ആവശ്യങ്ങൾക്കല്ല എന്ന് ബംഗ്ലാദേശ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേശീയ സുരക്ഷയുടെ ആംഗിളിൽ ഇന്ത്യക്ക് ഇത്തരം ഡെവലപ്മെൻറ്റുകൾ സുസൂക്ഷ്മം നിരീക്ഷിച്ച് മതിയാകും. അതിൻ്റെ കാരണം ലാൽമുനീർ ഹട്ടിന് സിലിഗുരി കോറിഡോറുമായിട്ടുള്ള സ്ട്രാറ്റജിക് സാമീപ്യമാണ്. ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി കോറിഡോർ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ നോർത്ത് ഈസ്റ്റിനോട് ബന്ധിപ്പിക്കുന്ന വളരെ ഇടുങ്ങിയൊരു കരമാർഗമാണ്. നോർത്ത് ഈസ്റ്റേൺ സംവിധാനങ്ങളിലേക്കുള്ള റോഡ്, റെയിൽ, ഇന്ധനം, സൈനിക നീക്കം, സിവിൽ സപ്ലൈസ്, ഇതെല്ലാം പൂർണ്ണമായിട്ടും ഈ കോറിഡോറിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലിഗുരി കോറിഡോർ ഇന്ത്യക്ക് വെറുമൊരു ഭൂമിശാസ്ത്രപരമായ ഭാഗമല്ല, അതൊരു ദേശീയ സുരക്ഷാ ജീവനാഡിയാണ്. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ആധുനിക യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ റിയാക്ഷൻ ടൈം ഗണ്യമായിട്ട് കുറയ്ക്കും. അത് നമ്മുടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പ്രവർത്തന പദ്ധതികളെയും സാരമായിട്ട് ബാധിക്കും. ഇവിടെ വിമാനത്തിൻ്റെ റേഞ്ചിനേക്കാളും അത് എവിടെ വിന്യസിക്കപ്പെടുന്നു എന്നതാണ് ഭീഷണിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. ഇന്ത്യയെ പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും ഒരേ സമയം സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ പടിഞ്ഞാറ് പാകിസ്ഥാനുണ്ട്. അവർ നിലവിൽ ചൈനീസ് ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ, നാവിക സംവിധാനങ്ങൾ എന്നിവയിൽ പൂർണ്ണമായിട്ടും ആശ്രിതരാണ്. ഇനി കിഴക്ക് വശത്ത് ബംഗ്ലാദേശ് കൂടി ചൈനീസ് സൈനിക ഇക്കോസിസ്റ്റത്തിലേക്ക് കടന്നാൽ ഇന്ത്യക്ക് 2 അതിർത്തികളിലും ഒരേ ചൈനീസ് സിസ്റ്റങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ഇവിടെ വലിയൊരു സ്ട്രാറ്റജിക് പാറ്റേൺ നമ്മൾ കാണേണ്ടതുണ്ട്. ചൈന ആദ്യം വരുന്നത് അടിസ്ഥാന സൗകര്യ പദ്ധതികളുമായിട്ടാണ്. പിന്നീട് സാമ്പത്തിക ആശ്രിതത്വം സൃഷ്ടിക്കും. അതിനുശേഷം തുറമുഖങ്ങളുടെ നിയന്ത്രണം, ഊർജ പദ്ധതികൾ, വ്യവസായ മേഖലകൾ, ടെലികോം ശൃംഖല, സർവൈലൻസ് സിസ്റ്റം, ഏറ്റവും ഒടുവിലായിട്ട് സൈനിക പ്രതിരോധ ഇടപാടുകൾ. ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് അവർ സ്വാധീനം ഉറപ്പിക്കുന്നത്.
ബംഗ്ലാദേശിൽ ചൈനീസ് എയർക്രാഫ്റ്റ് ഡീൽ വന്നാൽ അത് ഒറ്റപ്പെട്ട ഒരു ആയുധ കച്ചവടമായിട്ട് കാണാൻ പറ്റില്ല. ഇന്ത്യയെ നേരിട്ടൊരു യുദ്ധമില്ലാതെ തന്നെ പല ദിശകളിൽ തളച്ചിടാനുള്ള ചൈനയുടെ വലിയ മാസ്റ്റർ പ്ലാനിൻ്റെ അടുത്ത ലെയറാണിത്. പാകിസ്ഥാൻ വഴി പടിഞ്ഞാറും ബംഗ്ലാദേശ് വഴി കിഴക്കും ശ്രീലങ്കയും മ്യാൻമറും മാൽദീവ്സും വഴി സമുദ്രത്തിലും നേപ്പാൾ ഭൂട്ടാൻ അതിർത്തികളി വഴി ഹിമാലയത്തിലും ചൈന പ്രഷർ പോയിന്റുകൾ ഉണ്ടാക്കിയാണ്. ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റ് വെറും ഒരു അതിർത്തി പ്രദേശം മാത്രമല്ല, അത് ചൈന, മ്യാൻമർ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അതിർത്തിയാണ്. അരുണാചൽ പ്രദേശിൽ ചൈന വലിയ തോതിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മ്യാൻമറിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നുമുണ്ട്. ബംഗ്ലാദേശ് അതിർത്തി ഇപ്പോഴും പലയിടത്തും തുറന്നു കിടക്കുകയാണ്. ഭൂട്ടാൻ സിക്കിം സെക്ടറും വളരെ സെൻസിറ്റീവാണ്. ഇത്തരമൊരു അതിതീവ്ര മേഖലയിലേക്ക് ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്നും സൈനികരെയും ആയുധങ്ങളും മിസൈലുകളും മെഡിക്കൽ സപ്പോർട്ടും എത്തിക്കാനായിട്ട് സിലിഗുറി കോറിഡോർ അല്ലാതെ മറ്റൊരു ശക്തമായ ബാക്കപ്പ് പ്ലാൻ ഇന്ത്യക്കുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഇതാണ് ചൈന കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ചൈനയ്ക്ക് സിലിഗുറി കോറിഡോർ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ആ കോറിഡോറിന് മുകളിൽ ഒരു ഭീഷണി സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ ലോജിസ്റ്റിക് ശൃംഖല വലിയ പ്രതിസന്ധിയിലാവും. ബംഗ്ലാദേശിൻ്റെ ഈ ചൈനീസ് ചായ്വ് വ്യോമ മേഖലയിൽ മാത്രം ഒതുങ്ങില്ല, ബംഗാൾ ഉൾക്കടലിലും അതിൻ്റെ സ്ട്രാറ്റജിക് എഫക്റ്റ് ഉണ്ടാവും. ബംഗ്ലാദേശിന് ഇതിനകം തന്നെ ചൈന നിർമ്മിച്ച അന്തർവാഹിനികളുണ്ട്. പോക്കുവ സബ്മറൈൻ ബേസിലെ ചൈനീസ് ഇടപെടലുകൾ ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇനി ഫൈറ്റർ ജെറ്റുകൾ, റഡാർ സിസ്റ്റങ്ങൾ, നാവിക സഹകരണം, പോർട്ട് നവീകരണം ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ചൈനയുടെ പരോക്ഷ സാന്നിധ്യം വർദ്ധിക്കും. ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ്, കിഴക്കൻ നാവിക പാതകൾ, ഊർജ്ജ വിതരണ ലൈനുകൾ, ട്രേഡ് ലൈനുകൾ, അതിപ്രധാനമായ മിസൈൽ ടെസ്റ്റിംഗ് റേഞ്ചുകൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ബംഗാൾ ഉൾക്കടൽ ഇന്ത്യയുടെ അതിപ്രധാനമായ മാരിടൈം സോണാണ്. അവിടെ ചൈനയ്ക്ക് ലഭിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആക്സസ് ഇന്ത്യയുടെ നാവിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാവുകയും ചെയ്യും. ഒരു രാജ്യം ചൈനീസ് വിമാനങ്ങൾ വാങ്ങുമ്പോൾ ട്രെയിനിങ്, സ്പെയറുകൾ, അപ്ഗ്രേഡ്സ് എന്നിവയ്ക്കൊപ്പം ചൈനീസ് സാങ്കേതിക വിദഗ്ധരുടെ സാന്നിധ്യവും അവിടെ ഉണ്ടാവും. ബംഗ്ലാദേശിൻ്റെ വ്യോമാതിർത്തി, ഇന്ത്യൻ അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ, നമ്മുടെ റഡാർ പാറ്റേണുകൾ, ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ എന്നിവയെക്കുറിച്ചുള്ള പരോക്ഷ വിവരങ്ങൾ ചൈനീസ് എക്കോസിസ്റ്റത്തിലേക്ക് ചോരാനുള്ള വലിയ സാധ്യത ഇന്ത്യ കണക്കിലെടുക്കേണ്ടതായിട്ട് വരും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡേറ്റ എന്ന് പറയുന്നത് പുതിയ കാലത്തെ ആയുധം തന്നെയാണ്. J-10C വാങ്ങുന്നത് വഴി ബംഗ്ലാദേശ് വ്യോമസേനയ്ക്ക് വലിയൊരു കേപ്പബിലിറ്റി ജമ്പ് കിട്ടിയേക്കാം. പക്ഷേ അതിന് അവർ നൽകേണ്ടി വരുന്ന വിലയും വളരെ വലുതായിരിക്കും. ഒരു യുദ്ധവിമാനം വാങ്ങുക എന്നുള്ളത് പ്രാരംഭ ചെലവ് മാത്രമാണ്. അടുത്ത 25-30 വർഷത്തേക്കുള്ള അതിൻ്റെ മെയിൻ്റനൻസ്, സ്പെയർ പാർട്സ്, ആയുധങ്ങൾ, പൈലറ്റിൻ്റെ ട്രെയിനിങ് എന്നിവയ്ക്കായിട്ട് ബംഗ്ലാദേശ് പൂർണ്ണമായിട്ടും ചൈനയെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഇത് ബംഗ്ലാദേശിൻ്റെ സ്ട്രാറ്റജിക് ഓട്ടോണമി കുറയ്ക്കും. കൂടാതെ ഇന്ത്യയെ അനാവശ്യമായിട്ട് പ്രകോപിപ്പിച്ചാൽ അത് വ്യാപാരം, അതിർത്തി മാനേജ്മെൻറ്റ്, ജലവിനിയോഗം തുടങ്ങിയ മേഖലകളിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കും. ബംഗ്ലാദേശിൻ്റെ ഭൂമിശാസ്ത്രം ഇന്ത്യയുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടാനല്ല, മറിച്ച് സഹകരിച്ചു പോകാനാണ് ഏറ്റവും അനുയോജ്യം. സത്യത്തിൽ ഇന്ത്യക്ക് ഇതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ പൂർണ്ണ സജ്ജരായിരിക്കണം. ഇന്ത്യയുടെ കൈവശം അത്യാധുനികമായ റഫാൽ, കനത്ത പ്രഹരശേഷിയുള്ള സുഖോയ് 30 MK, അത്യാധുനിക S-400 എയർ ഡിഫൻസ് സിസ്റ്റം, തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ശക്തമായ മിസൈൽ സംവിധാനങ്ങൾ, കിഴക്കൻ മേഖലയിലെ സജ്ജമായ എയർ ബേസുകൾ ഇതെല്ലാം ഉണ്ട്. എങ്കിലും സിലിഗുറി കോറിഡോർ പോലെയുള്ള ഭൂമിശാസ്ത്രപരമായ ദൗർബല്യങ്ങളിൽ അമിത ആത്മവിശ്വാസവും അപകടമാണ്. അവസാനമായിട്ട് ബംഗ്ലാദേശിനെ ശത്രുവാക്കുക എന്നതല്ല ഇന്ത്യയുടെ ലക്ഷ്യം, മറിച്ച് അവർ ചൈനയുടെ സൈനിക പ്രോക്സിയായിട്ട് മാറുന്നത് തടയുകയാണ്. ഈ വിഷയത്തിൽ പാനിക് ആവുകയല്ല, മറിച്ച് കൃത്യമായ പ്രിപ്പറേഷൻ നടത്തുകയാണ് ഇന്ത്യ ചെയ്യേണ്ടത്. ബംഗ്ലാദേശിനെ അകറ്റാതെ തന്നെ ഇന്ത്യയുടെ സ്വാധീനം നിലനിർത്തണം. സിലിഗുറി കോറിഡോർ ഒരു കോട്ട പോലെ സംരക്ഷിക്കണം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രാമാർഗങ്ങൾ വിപുലീകരിക്കണം. ബംഗാൾ ഉൾക്കടലിലെ മാരിടൈം അവയർനെസ് ശക്തിപ്പെടുത്തണം. തദ്ദേശീയമായ പ്രതിരോധ ഉൽപ്പാദനം വേഗത്തിലാക്കണം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയോ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയോ, ഷെയർ ചെയ്യുകയോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.